ഏത് ഇരുട്ടിലിരുന്നാലും ദൈവം കണ്ടിട്ടുള്ളതിനെ പുറത്തു കൊണ്ടുവരും. നീ ഭാരപ്പെടേണ്ട. നഫ്താലി ദേശത്തിരുന്നാലും ഏത് ദേശത്തിരുന്നാലും ദൈവം അതിനെ പുറത്തു കൊണ്ടുവരും. കാരണം അവിടെയാണ് ഒരു കൂട്ടമുള്ളത്. ദൈവം ഇത് കണ്ടിട്ട് മിണ്ടാതിരിക്കുകയില്ല. വെളിയും തിരഞ്ഞെടുപ്പും ഉള്ളതിനെ പുറത്തു കൊണ്ടുവരും ദൈവം. ഇന്നത്തെ ലൈവ് അതിനെ തുടർന്നുള്ള ആ ഒരു സന്ദേശമാണ്. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു നിങ്ങളെക്കുറിച്ച്, അതാണ് പിശാച് നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ധൈര്യത്തോടെ ഇരിക്കുക. നെവർ ഗിവ് അപ്പ്. നെഗറ്റീവ് വരും, പ്രശ്നങ്ങൾ വരും, ഇമ്മീഡിയറ്റ്ലി ഓവർകം ചെയ്യുക. വചനത്താലെ പ്രത്യാശയോടെ അസത്യത്തെ അരക്കി കെട്ടുക. ഇമ്മീഡിയറ്റ്ലി ഇല്ല, ഞാൻ കാണുന്നതല്ല, ഞാൻ ക്രിസ്തുവിലൂടെ അതിനെ വിശ്വസിക്കുന്നു. ഞാനത് എൻ്റെ മനസ്സിലൂടെ അല്ല അത് കാണുന്നത്. അത് അഭിഷിക്തനാണ്, അത് അഭിഷിക്തയാണ്. എഴുന്നേൽക്കും. ഭാവി ഓർത്ത് നീ പുഞ്ചിരിക്കാൻ തുടങ്ങുമ്പോൾ നിൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടുകൊണ്ടേയിരിക്കും. നിനക്ക് യുദ്ധത്തിൽ പോകുവാൻ ദബോറയെ പോലെ വിജയം ലഭിക്കും. നെവർ ഗിവ് അപ്പ്. ഗദർദേശത്തിരുന്നാലും നഫ്താലി ദേശത്തിരുന്നാലും സെബൂലിലിരുന്നാലും അത് പുറത്തു വരും. എത്ര എണ്ണത്തിനെ ദൈവം പുറത്തു കൊണ്ടുവന്നത്. ആദ്യം തന്നെ അവിടേക്ക് ഇറങ്ങിയത്. വാട്ട് ഈസ് ഇമ്പോസിബിൾ, ദാറ്റ് ഈസ് പോസിബിൾ വിത്ത് ക്രൈസ്റ്റ്. അപ്പോൾ ദൈവം നമ്മളെ ഒരുക്കുന്നത് ഇങ്ങനെയാണ്. ആദ്യമൊന്ന് ഉടയ്ക്കും. കാരണം പച്ചയായിട്ടിരുന്നാൽ അധിക നാളിരിക്കത്തില്ല. ഉണങ്ങിക്കഴിഞ്ഞ് കയ്യിൽ പാകമായി വെയ്റ്റ്ലെസ് ആയി കഴിഞ്ഞാൽ അത് എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും, ഒരു പയർ പോലെ. ഇതാണ് ദൈവത്തിൻ്റെ പ്രോസസ്സ്. സോ നെവർ ഗിവ് അപ്പ്. ഏത് പ്രശ്നവും നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ അവൻ്റെ മഹത്വമാക്കുകയാണ്, അവൻ്റെ സ്വഭാവത്തോട് അനുരൂപമാക്കുകയാണ്. അതിന് നമ്മൾ ആരെയും കുറ്റം വിധിച്ചിട്ടോ അവരെന്തേ എന്നെ സഹായിക്കാൻ, അവരെന്തേ എന്നെ നോക്കാഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നതാണ് സന്തോഷം. എത്ര ഇരുട്ടിലിരുന്നാലും വരും നിശ്ചയമേ. നെവർ ഗിവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട്